ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഡൈപോൾ എന്താണെന്നും പിന്നെ ഡൈപോൾ മൊമെൻ്റ് എന്താണെന്നും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സാമിൻ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ ഡൈപോളിൻ്റെ ഫീൽഡിനെയാണ് നോക്കുന്നത്, ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. അപ്പോൾ ഒരു ഡൈപോൾ എന്ന് പറയുമ്പം നമുക്കറിയാം, ഒരു ഡൈപോൾ എന്ന് പറയുമ്പം ഒരു മൈനസ് ക്യൂ, ഒരു പ്ലസ് ക്യൂ, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഡൈപോൾ ലെങ്ത്ത് നമുക്കൊരു 2L എന്നെടുക്കാം. അപ്പോൾ ഡൈപോള് മൈനസ് ക്യൂ പ്ലസ് ക്യൂ, ഡൈപോൾ ലെങ്ത്ത് 2L. അപ്പോൾ ഇതിനെ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈൻ എന്നും ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിനെ ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈൻ എന്നും പറയും. ഈ ലൈനിനെ, അതായത് രണ്ട് ചാർജിൽ കൂടി പാസ് ചെയ്തു പോകുന്ന ഈ ലൈനിനെ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈൻ എന്ന് പറയും. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിനെ ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയും. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഈ ആക്സിയൽ ലൈനിൽ, ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിൽ, അതായത് ഇവിടെയൊക്കെ എത്ര ഫീൽഡ് വരുമെന്ന് അറിയണം. ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിൽ എത്ര ഫീൽഡ് ഉണ്ടെന്ന്, ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിൽ എത്ര ഫീൽഡ് ഉണ്ടെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ ലൈൻ. അപ്പോൾ അതിനുവേണ്ടി ഒരു ചാർജ് മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ, ഒരു ചാർജ് മൈനസ് ക്യൂ പ്ലസ് ക്യൂ, ആ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് 2L. ഇപ്പോൾ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് 6 ഡിസ്റ്റൻസ് മാറി ഒരു പോയിൻ്റ് P, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 6 ഡിസ്റ്റൻസ് മാറി, ഡിസ്റ്റൻസ് R, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 6 ഡിസ്റ്റൻസ് മാറി ഒരു പോയിൻ്റ് P. ഈ ഡൈപോൾ കാരണം ഈ പോയിൻ്റിൽ എത്ര ഫീൽഡ് ഉണ്ടെന്നറിയണം. അപ്പോൾ നമുക്കറിയാം, ഡൈപോൾ എന്ന് പറഞ്ഞാൽ 2 പോയിൻ്റ് ചാർജുകൾ ചേരുന്നതാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിൻ്റ് ചാർജുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ പോയിൻ്റ് ചാർജും ആ സ്ഥലത്തുണ്ടാക്കുന്ന ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വെക്റ്റർ സം എടുത്താൽ മതി. അതുതന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഡൈപോൾ ലെങ്ത് 2L ആയതുകൊണ്ട് ഈ നീളം L, ഇതും L. അപ്പോൾ പ്ലസ് ക്യൂ, ഇതൊരു പോസിറ്റീവ് ചാർജാണ്. പ്ലസ് ക്യൂ കാരണം ഈ പോയിന്റിലുണ്ടാകുന്ന ഫീൽഡ് അത് റൈറ്റിലേക്കായിരിക്കും. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫീൽഡ് ചാർജിൽ നിന്ന് പുറത്തേക്കായിരിക്കും വരുന്നത്. അപ്പോൾ പ്ലസ് ക്യൂ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് അത് റൈറ്റിലേക്കായിരിക്കും. സോ ദിസ് ഈസ് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ. അതുപോലെ തന്നെ മൈനസ് ക്യൂ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് ലെഫ്റ്റിലേക്കായിരിക്കും. കാരണം അതൊരു നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് മൈനസ് ക്യൂ ഒരു നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ചാർജിനുള്ളിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. സോ ഈ മൈനസ് ക്യൂ കാരണം അവിടെ ഉണ്ടാകുന്ന ഫീൽഡ് ഇങ്ങനെ വരും. അപ്പോൾ പ്ലസ് ക്യൂ കാരണം ഫീൽഡ് റൈറ്റിലേക്കും, മൈനസ് ക്യൂ കാരണം ഫീൽഡ് ലെഫ്റ്റിലേക്കും. അപ്പോൾ ഇതിൽ പ്ലസ് ക്യൂ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡിനായിരിക്കും മാഗ്നിറ്റ്യൂഡ് കൂടുതൽ, കാരണം കുറച്ചുകൂടി ഡിസ്റ്റൻസ് കുറവാണ്. പ്ലസ് ക്യൂ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡിനായിരിക്കും മാഗ്നിറ്റ്യൂഡ്, അപ്പോൾ ഈ ഫീൽഡിനായിരിക്കും മാഗ്നിറ്റ്യൂഡ് കൂടുതൽ. അപ്പോൾ ഈ പോയിൻ്റ് Pയിൽ റിസൾട്ടൻറ്റ് ഫീൽഡ് റൈറ്റിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ പോയിൻ്റ് Pയിലെ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഫീൽഡ് അറ്റ് പോയിൻ്റ് P, സോ E ഈസ് ഈക്വൽ ടു പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡ് മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡ്. അപ്പോൾ പോയിൻ്റ് Pയിലെ ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡ് മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡ്. സോ ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് പോയിൻ്റ് Pയിലെ ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. പോയിൻ്റ് Pയിൽ ഈ ഡൈപോൾ കാരണം ഈ പോയിന്റിലുണ്ടാകുന്ന ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡയറക്ഷൻ നമുക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. കാരണം ഈ പ്ലസ് ക്യൂ ഈ മൈനസ് ക്യൂ കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്ലസ് ക്യൂവിനാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ. അതുകൊണ്ട് ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫീൽഡ് റൈറ്റിലേക്കായിരിക്കും വരുന്നത്. നമ്മളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ 1/4πε0, ഒരു പോയിൻ്റ് ചാർജ് ഒരു സ്ഥലത്തുണ്ടാക്കുന്ന ഫീൽഡ് 1/4πε0 ക്യൂ ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ ക്യൂ ബൈ പ്ലസ് ക്യൂവിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് പോയിൻ്റ് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് ഈ ഡിസ്റ്റൻസാണ്. പ്ലസ് ക്യൂവിൽ നിന്ന് പോയിൻ്റ് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ്. സോ അതെന്ന് പറയുമ്പോൾ R മൈനസ് L ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R മൈനസ് L ദ ഹോൾ സ്ക്വയർ മൈനസ് 1/4πε0
നമ്മളിപ്പോൾ എഴുതുന്നത് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതുകൊണ്ട് നമ്മൾ മൈനസ് ക്യൂ എന്ന് എഴുതണമെന്നില്ല, ക്യൂ എന്ന് കാണിച്ചാൽ മതി. നമ്മൾ ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എഴുതുന്നത്. കാരണം ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല, അത് പോസിറ്റീവ് ആയിരിക്കും. ക്യൂ ഡിവൈഡഡ് ബൈ മൈനസ് ക്യൂ, ഈ പോയിൻ്റ് പിയിലേക്കുള്ള ദൂരം, മൈനസ് ക്യൂവിൽ നിന്ന് പോയിൻ്റ് പിയിലേക്കുള്ള ദൂരം ആർ പ്ലസ് എൽ ആണ്. സോ ക്യൂ ബൈ ആർ പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ. അപ്പം നമ്മളിതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു, അപ്പോൾ അതിൽ 1/4πε0 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 1/4πε0 അത് കോമൺ ആയിട്ട് എടുക്കാം. ക്യൂ എടുക്കാം, ക്യൂ ബൈ 4πε0. ബാക്കി വരുന്നത് 1/r മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് 1/r പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതാണ് നമുക്ക് ബാക്കി വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ആർ പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ, അപ്പോൾ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ പ്ലസ് 2RL മൈനസ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ മൈനസ് 2RL ദ ഹോൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എൽ ഇൻറ്റു ആർ പ്ലസ് എൽ, r minus l into r plus l the whole square, r minus l into r plus l the whole square. So that is field in the magnitude E is equal to q by 4πε0 r square plus l square plus 2RL മൈനസ് ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ പ്ലസ് 2RL ബൈ ആർ പ്ലസ് എൽ ഇൻറ്റു ആർ മൈനസ് എൽ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആർ സ്ക്വയർ കട്ട് ചെയ്യാം, എൽ സ്ക്വയർ കട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 4RL ബൈ 4πε0 ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. നമ്മളിതിനെ നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2q ഇൻറ്റു 2l ഇൻറ്റു ആർ ബൈ 4πε0 ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ, ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഈ ക്യൂ ഇൻറ്റു 2l എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റാണ്. ക്യൂ ഇൻറ്റു 2l ഡൈപോൾ മൊമെൻ്റാണ്. അപ്പോൾ ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഫീൽഡ്, ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഫീൽഡ് ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഫീൽഡ് E is equal to 2 ഇൻറ്റു ക്യൂ ഇൻറ്റു 2l എന്ന് പറയുമ്പോൾ ഡൈപോൾ മൊമെൻറ്റ് പി ആണ്. 2PL സോറി E is equal to 2P ഇൻറ്റു R by 4πε0 ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഫീൽഡ്. ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇതാണ്. ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഒരു ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് 6 ഡിസ്റ്റൻസ് മാറി ആക്സിയൽ ലൈനിൽ ഇത്രയും ഫീൽഡ് ഉണ്ടാവും, ഫീൽഡിന് ഇത്രയും മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോയിൻ്റ് പി, ഇവിടുത്തെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പം പ്ലസ് ക്യൂ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് റൈറ്റിലേക്ക്, പ്ലസ് ക്യൂ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് റൈറ്റിലേക്ക്, മൈനസ് ക്യൂ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് ലെഫ്റ്റിലേക്ക്. പ്ലസ് ക്യൂവിന് അടുത്തുള്ള പോയിൻ്റ് ആയതുകൊണ്ട് ഈ ഫീൽഡിനായിരിക്കും മാഗ്നിറ്റ്യൂഡ് കൂടുതൽ. അപ്പോൾ ഈ പോയിൻ്റ് പിയിലെ ഫീൽഡ് റൈറ്റിലേക്കായിരിക്കും വരുന്നത്. റൈറ്റിലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്താ? ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ഇതായിരുന്നു ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. സോ ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലാണ് പോയിൻ്റ് പിയിലെ ഫീൽഡ് വരുന്നത്. പോയിൻ്റ് പിയിലെ ആക്സിയൽ ഫീൽഡ്.
പോയിൻ്റ് പിയിലെ ഫീൽഡ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പം നേരെ മറിച്ച് നമ്മൾ ഈ സൈഡ് എടുത്താലും ഇവിടെ നമ്മൾ എടുത്താലും പ്ലസ് ക്യൂ കാരണമുള്ള ഫീൽഡ് കാരണം ലെഫ്റ്റിലേക്ക് വരും, ആൻഡ് മൈനസ് ക്യൂ കാരണമുള്ള ഫീൽഡ് റൈറ്റിലേക്ക് വരും. പക്ഷേ ഇവിടെ മൈനസ് ക്യൂ ആണ് കുറച്ചുകൂടി അടുത്ത്, അത് കാരണം മൈനസ് ക്യൂ കാരണമുള്ള ഫീൽഡ് ഇവിടെ കൂടുതലായിരിക്കും. മൈനസ് ക്യൂ കുറച്ചുകൂടി അടുത്തായതുകൊണ്ട് മൈനസ് ക്യൂ കാരണമുള്ള ഫീൽഡ് ഇവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ റിസൾട്ടൻ്റ് ഫീൽഡ് ഇങ്ങനെ വരും. റിസൾട്ടൻ്റ് ഫീൽഡ് ഇങ്ങനെ വരും. അതായത് റിസൾട്ടൻ്റ് ഫീൽഡ് ഇങ്ങനെയെന്ന് വെച്ചാൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷൻ, ഡൈപോൾ മൊമെൻറ്റ് മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ അതേ ഡയറക്ഷൻ തന്നെ. അപ്പം നമ്മൾ ആക്സിയൽ ലൈനിൽ എവിടെയാണെങ്കിലും പോയിൻറ്റ് മൈനസ് ക്യൂവിന് അടുത്തെടുത്താലും പോയിൻറ്റ് പ്ലസ് ക്യൂവിൻ്റെ അടുത്തെടുത്താലും ആക്സിയൽ ലൈനിൽ നമ്മൾ എവിടെ പോയിൻ്റ് എടുത്താലും ഫീൽഡ് ഡൈപോളിൻ്റെ ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഡൈപോൾ മൊമെൻ്റാണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഡൈപോൾ മൊമെൻ്റാണ്. സോ നമുക്കിത് വെക്റ്ററായിട്ട് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിനും ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിനും അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഷോർട്ട് ഡൈപോൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഷോർട്ട് ഡൈപോൾ എന്ന് പറയുമ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് പോയിൻറ്റിലേക്കുള്ള ദൂരം വിച്ച് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എൽ. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഷോർട്ട് ഡൈപോൾ ആകുമ്പം ദിസ് ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എൽ. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എൽ സ്ക്വയറിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. എൽ സ്ക്വയറിനെ നെഗ്ലക്റ്റ് ചെയ്യാം. സോ ആക്സിയൽ ഫീൽഡ് is equal to 2pr by 4 pi epsilon 0 r raised to 4. So that is axial line ഫീൽഡ് എന്ന് പറയുമ്പോൾ 2p by 4 pi epsilon 0 r cube. 2p by 4 pi epsilon 0 r cube. ആക്സിയൽ ലൈനിലെ ഫീൽഡ് എന്ന് പറയുമ്പോൾ 2p by. അപ്പോൾ ഒരു ഷോർട്ട് ഡൈപോൾ ആണെങ്കിൽ, അതായത് ആ പോയിന്റിൽ നിന്ന് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണെങ്കിൽ, ഷോർട്ട് ഡൈപോൾ ആണെങ്കിൽ ആക്സിയൽ ലൈനിലെ ഫീൽഡ് നമുക്ക് ഇങ്ങനെ വരും 2p by 4 pi epsilon 0 r cube. അതായത് ആക്സിയൽ ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു 1 by r cube എന്ന് പറയാം. ഒരു ഷോർട്ട് ഡൈപോൾ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ ഷോർട്ട് ഡൈപോൾ. സോ അതിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഫീൽഡ് എന്താണെന്നുള്ളത് വി വിൽ അനലൈസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.